ഹലോ എല്ലാവർക്കും നമ്മുടെ ചാനലിലേക്ക് സ്വാഗതം. ഇന്നത്തെ നമ്മുടെ റെസിപ്പി നല്ല നാടൻ ചാള വറുത്തതാണ്. ചോറിൻ്റെ കൂടെയൊക്കെ നല്ല അടിപൊളിയായിട്ട് കഴിക്കാൻ പറ്റുന്ന ഒരു ചാള വറുത്തത്. അപ്പോൾ ഇതിൽ ഞാനൊരു ഇൻഗ്രീഡിയൻറ്റ് സ്പെഷ്യൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ വീഡിയോ കാണുക. അപ്പോൾ ആദ്യമായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ അവർ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോ നോക്കാം. അപ്പോൾ ഇന്നിവിടെ കിട്ടിയിട്ടുള്ളത് നല്ല നാടൻ ചെറിയ ചാളയാണ്. അപ്പോൾ ഈ ചാള ഞാൻ നന്നായി കഴുകി വൃത്തിയാക്കി എടുത്തിരിക്കുന്നതാണ്. ഇതിലേക്ക് ഇതേപോലെ ചെറുതായി ഒന്ന് വരഞ്ഞു കൊടുത്തിട്ടുണ്ട്, മസാലയൊക്കെ ഒന്ന് നന്നായി പിടിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. അപ്പോൾ ഇതാണ് ഞാൻ തയ്യാറാക്കിയ മസാല. അപ്പോൾ ഇത് എടുക്കുന്ന വീഡിയോ റെക്കോർഡായില്ല, സോറി. അപ്പോൾ ഇതിനകത്തേക്ക് ഞാൻ എടുത്തിട്ടുള്ള ഇൻഗ്രീഡിയൻസ് പറയാം. ഒരു തുടം വെളുത്തുള്ളി, ഒരു ചെറിയ കഷ്ണം ഇഞ്ചി, കുറച്ചധികം കറിവേപ്പില, 1 ടേബിൾ സ്പൂൺ കുരുമുളകിൻ്റെ പൊടി, 1 ടേബിൾ സ്പൂണോളം വെളിച്ചെണ്ണ, ഒരു 2 ടേബിൾ സ്പൂൺ മുളക് പൊടി. അപ്പോൾ എരിവ് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ചിട്ട് ചേർക്കുക. പിന്നെ വെള്ളം ചേർത്തിട്ട് ഇത് അരച്ചെടുക്കരുത്, വെളിച്ചെണ്ണ തന്നെ ചേർത്തിട്ട് അരച്ചെടുക്കുക കേട്ടോ. അപ്പോൾ മിക്സിയുടെ ജാറിൽ ചെറിയ ജാറിലൊന്ന് നന്നായി അരച്ചെടുത്താൽ മതി. അപ്പോൾ അത് ആ മീനിലേക്ക് അത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാൻ ഇതിലേക്ക് ചേർക്കുന്നതാണ് ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ്. ഇത് നമ്മൾ പുളിക്ക് വേണ്ടി ചേർക്കുന്നതാണ്. ഇത് ഞാൻ കുടംപുളി കുറച്ച് നേരം വെള്ളത്തിലിട്ട് വെച്ചതാണ്. ഈ പുളി വെള്ളം ഒന്ന് അരിച്ചെടുത്തിട്ട് നമുക്ക് ഒരു 1-2 ടേബിൾ സ്പൂണോളം ചേർത്തിട്ട് മീനിൽ നന്നായി തേച്ച് പിടിപ്പിക്കുക. സാധാരണ എല്ലാവരും ഒന്നില്ലെങ്കിൽ നാരങ്ങാനീര് അല്ലെങ്കിൽ വിനാഗിരിയാണ് ചേർക്കാറ്. അപ്പോൾ അത് രണ്ടും ചേർക്കാതെ നമുക്ക് നാടൻ കുടംപുളിയുടെ ആ വെള്ളം ചേർത്തിട്ട് നമുക്കൊന്ന് മാരിനേറ്റ് ചെയ്ത് വെക്കാം. അപ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഡിഫറൻസ് മനസ്സിലാവും. അപ്പോൾ നിങ്ങളിതൊന്ന് ചെയ്ത് നോക്കാം കേട്ടോ. അപ്പോൾ ഇനി ഞാൻ ആ വെള്ളം ചേർത്തിട്ട് ഇതേപോലെ ഒന്ന് നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുകയാണ്. എല്ലാ മീനിലേക്കും ആ മസാലയും അതേപോലെ ആ കുടംപുളിയുടെ ആ പുളിരസവും പിടിക്കണം. അപ്പോൾ നന്നായിട്ട് മാരിനേറ്റ് ചെയ്തെടുക്കുക കേട്ടോ. അപ്പോൾ ഞാനിവിടെ എല്ലാം നന്നായി മാരിനേറ്റ് ചെയ്തെടുത്തിട്ടുണ്ട്, കണ്ടില്ലേ. ഇനിയിപ്പോൾ ഞാനിത് ഇപ്പോൾ വറുക്കുന്നില്ല. ഇത് ഞാൻ ഇനി ഉച്ച സമയത്തേക്കാണ് റെഡിയാക്കണത്. കാരണം ഉണ്ണുന്നതിന് ഒരു അരമണിക്കൂർ മുന്നേ റെഡിയാക്കാം. അപ്പോൾ നമുക്ക് നല്ല ചൂടോടെ കഴിക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാനിത് പുറത്ത് തന്നെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. അടുക്കളയിൽ തന്നെ മൂടി വയ്ക്കുകയാണ് ചെയ്യുന്നത്. ഫ്രിഡ്ജിലൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല കേട്ടോ, പുറത്ത് തന്നെ വെച്ചാൽ മതി. അപ്പോൾ ഇനി ഉണ്ണണ സമയമാകുമ്പോൾ നമുക്ക് നോക്കാം. അപ്പോൾ ഇവിടെ ഉച്ച സമയം ആയിട്ടുണ്ട്. ഇനിയിപ്പോൾ ഞാനിത് വറുത്തെടുക്കാനാണ് പോകുന്നത്. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. പാൻ ഒന്ന് ചൂടായി വരുമ്പോഴത്തേക്കും അതിലേക്ക് നല്ല നാടൻ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് വെളിച്ചെണ്ണ തന്നെ എടുക്കാം കേട്ടോ ചാള വറുക്കാനായിട്ട്. കാരണം എങ്കിലേ നല്ല നാടൻ ടേസ്റ്റ് കിട്ടുള്ളൂ. പിന്നെ നിങ്ങൾക്ക് നിവർത്തിയില്ലെങ്കിൽ വേറെ ഏതെങ്കിലും ഓയിൽ ഉപയോഗിക്കാം കേട്ടോ. അപ്പോൾ അതൊന്ന് ചൂടായി വന്നപ്പോഴത്തേക്ക് അതിലേക്ക് ഞാൻ കുറച്ച് വേപ്പിലിട്ട് കൊടുക്കുകയാണ്. ഇത് നിങ്ങൾക്ക് ഫ്ലെയിം ഓഫ് ചെയ്തിട്ട് വേണമെങ്കിൽ ചേർക്കാം കേട്ടോ, അല്ലെങ്കിൽ വേപ്പിലയിൽ വെള്ളം ഉണ്ടെങ്കിൽ പൊട്ടിത്തെറിക്കും. അപ്പോൾ ഇനി ഞാൻ ഇതേപോലെ നമ്മുടെ ചാളകളെല്ലാം വെച്ച് കൊടുക്കണം. അപ്പോൾ ഇത് 1 കിലോ ചാളയുണ്ടല്ലോ, അപ്പോൾ ഞാൻ 2 ട്രിപ്പായിട്ടാണ് ഇത് വറുത്തെടുക്കുന്നത്. അപ്പോൾ ഇതേപോലെ ആദ്യത്തെ ട്രിപ്പ് ഒന്ന് റെഡിയായി വരുമ്പോഴത്തേക്കും ഒരു വശം ഏകദേശം ആയിട്ടുണ്ട്. അപ്പോൾ ഇതേപോലെ ഞാനൊന്ന് മറിച്ചിട്ട് കൊടുക്കുകയാണ്. ചാള വറുക്കാനൊക്കെ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, അതിപ്പോൾ പ്രത്യേകിച്ച് പറയേണ്ട ആവശ്യമില്ല. എങ്കിലും ഞാൻ വീഡിയോയിലൊന്ന് പറഞ്ഞെന്നുള്ളൂ കേട്ടോ. അപ്പോൾ ആദ്യത്തെ ബാച്ച് ഇവിടെ വറുത്തെടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബാച്ച് വറുക്കാനായിട്ട് ഞാൻ 1 ടേബിൾ സ്പൂണും കൂടി വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. അതൊന്ന് ചൂടായി വരുമ്പോഴത്തേക്കും നമുക്ക് അടുത്ത ട്രിപ്പും കൂടി വറുത്തെടുക്കാം. അപ്പോൾ എല്ലാം ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഒരു വശം ആയി കഴിയുമ്പോഴത്തേക്കും നമുക്കതൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പോൾ ഇവിടെ ഒരു വശം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇത് വല്ലാണ്ട് അങ്ങോട്ട് മൊരിച്ചെടുക്കേണ്ട, ഒരു സോഫ്റ്റ്നെസ് വേണം ഈ ഫ്ലഷിനൊക്കെ കേട്ടോ, അപ്പോഴാണ് നല്ല ടേസ്റ്റ് ഉണ്ടാവുക. അപ്പോൾ ഇവിടെ 2 വശവും ഏകദേശം റെഡിയായി കിട്ടിയിട്ടുണ്ട്. പിന്നെ ഫ്ലെയിം മീഡിയത്തിൽ വെക്കുക കേട്ടോ, ഹൈയിലൊക്കെ വെച്ചാൽ ഭയങ്കരമായിട്ട് അങ്ങോട്ട് കരിഞ്ഞു പോകും. അപ്പോൾ നമ്മുടെ 2 ബാച്ചും ഇവിടെ റെഡിയായി കിട്ടി, കണ്ടില്ലേ. നല്ല അടിപൊളി ചാള വറുത്തത് റെഡി ആയിട്ടുണ്ട്. ഇത് നമുക്ക് ചോറിൻ്റെ കൂടെ കൂട്ടി നല്ല അടിപൊളിയായിട്ട് കഴിക്കാം. വെറുതെ കഴിക്കാൻ നല്ല ടേസ്റ്റാണ്. പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് മോരുകറി എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിപൊളിയായിട്ട് നമുക്ക് ചോറുണ്ണാം. അപ്പോൾ ഞാൻ പറഞ്ഞ ഇൻഗ്രീഡിയൻറ്റ്, അതായത് പുളിവെള്ളം നിങ്ങൾ ചേർക്കാൻ മറക്കണ്ട. അപ്പോൾ അത് ചേർത്തിട്ട് നിങ്ങളൊന്ന് മീൻ ഫ്രൈ ചെയ്ത് നോക്കൂ. അപ്പോൾ നിങ്ങൾക്ക് ആ ടേസ്റ്റ് ഡിഫറൻസ് എന്തായാലും മനസ്സിലാവും. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തായാലും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. അപ്പോൾ നമുക്ക് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത ദിവസം കാണാം. അതുവരേക്കും താങ്ക് യു.